ട്രംപ് തൻ്റെ സ്വഭാവം കൂടുതൽ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ഇരുന്ന് ഞാൻ ട്രംപിൻ്റെ ഫ്രണ്ടാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഗംഭീര മനുഷ്യനാണ് എന്നൊക്കെ ട്രംപ് പറയും, പരസ്പരം പുറം ചൊറിഞ്ഞു കൊടുക്കും. പക്ഷേ കാര്യത്തിനോട് എടുക്കുമ്പോഴാണ് വിവരം അറിയുക. കാറിൻ്റെ ഇറക്കുമതി തീരുവ 25% കുറയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ കാർ ഉണ്ടാക്കി അമേരിക്കയിൽ കയറ്റുമതി ചെയ്യുന്ന സംഗതിയുണ്ടോ? അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാടിൽ 5 പൈസയുടെ ഇടപാടിന് താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. കാരണം അമേരിക്കയിലെ ഉൽപ്പാദനം കൂട്ടണം, പുറത്തുനിന്നുള്ള ഇറക്കുമതി കുറയ്ക്കണം എന്നുള്ളത്. അതിപ്പോൾ നമ്മളറിയാം, കാനഡയും മെക്സിക്കോയും യൂറോപ്യ യൂണിയനുമായിട്ടുള്ള ചില കരാറുകളുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ട്രംപ് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, യുദ്ധത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. ട്രംപ് ആണവ ഭീഷണി ഒക്കെ ഇവരോട് പറഞ്ഞു, ഇറാൻ്റെ അടുത്ത്. പക്ഷെ ഈ പറഞ്ഞ ട്രംപിൻ്റെ പണിയൊന്നും മോഡിയുടെ അടുത്ത് ചിലവാവണ മാതിരി ഇറാൻ്റെ അടുത്ത് ചിലവാവില്ല. കാരണം ഇറാൻ വളരെ കൃത്യമായും അതിന് മറുപടി പറഞ്ഞു. സൈനികമായി ഉന്നയിച്ച ഒരു കാര്യത്തിന് സൈനികമായ മറുപടിയാണ് ഇറാൻ പറഞ്ഞത്. എന്താ ഇറാൻ പറഞ്ഞത്? ഞങ്ങളുടെ മിസൈലുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടാൻ ആലോചിക്കുമ്പോഴേക്കും ഞങ്ങൾ ഈ സാധനം അവിടെ വീണിരിക്കും, എത്തിയിരിക്കും. പിന്നെ അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്ക് നേരെ വിടാൻ പറ്റില്ലല്ലോ. ഇനി ഇസ്രായേലിൽ നിന്ന് ലോഞ്ച് ചെയ്യുമെന്നറിയില്ല. എന്തായാലും അത്ര എളുപ്പമല്ല. നിങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ഞങ്ങളിത് തകർത്തിരിക്കും എന്നുള്ളൊരു വാദമാണ്. ഞങ്ങളുടെ കയ്യിൽ മിസൈലുകളുണ്ട്, ആ മിസൈലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ അതിന് പറഞ്ഞിട്ടുള്ളത്. അത് ഇറാൻ്റെ മറുപടിയാണ്. സ്വാഭാവികമായും സൈനികമായി ഇറാനെതിരെ ആക്രമിക്കുമ്പോൾ ഇറാന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ആണവാക്രമണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണവാക്രമണം നടത്തുമെന്ന് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം ന്യൂക്ലിയർ ഡിസാർമമെന്റിന്റെ കരാറുകളിൽ, നിരവധി കരാറുകളിൽ അമേരിക്ക അടക്കം ഒപ്പിട്ടിട്ടുണ്ട്. അവരൊപ്പിട്ടിട്ടുണ്ട്. അവരിഷ്ടം പോലെ ആണവായുധം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇറാൻ ആയുധം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുന്നുണ്ട്. 5 രാജ്യങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് നിയമം കൊടുത്തു. ഒടുവിൽ ഇന്ത്യ ഉണ്ടാക്കി, പാകിസ്ഥാൻ ഉണ്ടാക്കി, ഇസ്രായേൽ ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇറാൻ ഉണ്ടാക്കിയോ എന്നുള്ള സംശയം. 5, 3, 8 കഴിഞ്ഞ് 9ാമത്തെ രാജ്യമാണ് ഇറാൻ. അവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഇസ്രായേലിനുണ്ടാക്കാം, ഇന്ത്യക്ക് ഉണ്ടാക്കാം, പാകിസ്ഥാനുണ്ടാക്കാം, പക്ഷേ ഇറാന് പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിനുള്ള മറുപടി ഇറാൻ പറഞ്ഞത്, ഞങ്ങൾക്കെതിരെ വന്നാൽ ഞങ്ങളുടെ കയ്യിൽ മിസൈലുണ്ട്. സ്വാഭാവികമായി ഏത് രാജ്യവും അങ്ങനെ തന്നെ പറയും. ആ മറുപടി ഇറാൻ്റെ മറുപടിയാണ്. അത് ട്രംപിന് കൊള്ളാതിരിക്കില്ല. കാരണം അവർക്കറിയാം മിസൈലിൻ്റെ റേഞ്ചൊക്കെ ഇപ്പോൾ ഇറാനും നല്ല ടെക്നോളജിയൊക്കെ കയ്യിലുള്ള രാജ്യമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ഒരു ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നതിലേക്ക് ട്രംപിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇറാൻ്റെ നിലപാട് ശക്തമായ, ധീരമായ ഒരു നിലപാട് തന്നെയാണ്.